ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നൊരു യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് മീറ്റപ്പാണ്. അതിലുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടിയിട്ട് നടത്തുന്ന മീറ്റപ്പാണ്. അപ്പോൾ എറണാകുളത്തെ റിസോർട്ട് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 11:30 ആകുമ്പോൾ പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ 1 മണി ആകുമ്പോഴേക്ക് എത്തി. ഇവിടുന്ന് 1:45 ട്രെയിന്. ഇപ്പോൾ ഒരു 1:45 ആവാനായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അവിടെ പുറത്തിരുന്ന ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ട്രെയിൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പം ഞങ്ങളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1:45 ആവാനായിട്ടുണ്ട്. അപ്പം കുറേ യൂട്യൂബേഴ്സിനെ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങൾ കാണാത്ത കുറേ യൂട്യൂബേഴ്സാണ്. എന്നാൽ ഞങ്ങളെല്ലാവരും നല്ല പരിചയമുണ്ട്. വാട്സപ്പ് വഴിയൊക്കെ എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 5-5:30 ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ചില നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തു നിന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് കരുതി. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ പാലക്കാട്, തൃശ്ശൂർ അങ്ങനെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വഴികളിലൊക്കെ ഉള്ള നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഉറങ്ങുമായിരിക്കും. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് ക്ലീനിങ്, കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് മുഴുവനായിട്ട് കണ്ടിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പറ്റുന്നവർ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ യൂട്യൂബേഴ്സ് മീറ്റപ്പിന് പോകാൻ തന്നെ കാരണം കുറച്ച് വലിയ യൂട്യൂബേഴ്സ് വരുന്നുണ്ട് മീറ്റപ്പിൽ. അപ്പം എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് നിന്ന് ടിപ്സ് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. പിന്നെ ഷാസ്.com, A2Z ട്രിക്സ്, റംഷാദ് സാറ്, അങ്ങനെ കുറേ വലിയ യൂട്യൂബേഴ്സ് പങ്കെടുക്കുന്ന ഒരു മീറ്റപ്പാണ്. അല്ലാത്ത ചെറിയ യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പരിചയപ്പെടാനുള്ള ഒരു മീറ്റപ്പ് കൂടിയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റപ്പിൽ തന്നെ പങ്കെടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും ഉണ്ട് നമുക്ക് മനസ്സിൽ. എന്നാലും എല്ലാവരും കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ പോണത്. ഒരു 5 മണി ആകുമ്പോഴേക്കും നമ്മൾ എറണാകുളത്ത് എത്തി. അവിടേക്ക് ആങ്ങളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അവൻ വരുന്നതും കാത്തിരിക്കുകയാണ്. ആലുവയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയാലും മതി, പക്ഷേ ആലുവയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി എളുപ്പമാണ് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആങ്ങളെ വന്നിട്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കര എന്നുള്ള സ്ഥലമാണ് ഇവരെ മെയിനായിട്ടുള്ള അങ്ങാടി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉള്ളോട്ടേക്കുള്ള സ്ഥലമാണ് കേട്ടോ അവർ താമസിക്കുന്ന സ്ഥലം. ആദ്യം ഇവരൊരു വില്ലയിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ്. ഇപ്പോൾ വാടകയ്ക്ക് പാകത്തിനൊരു വീട് കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറിയതാണ്. നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 5:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മളിപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കയറിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇവിടുത്തെ അടുക്കളയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയൽ വർക്ക്സൊക്കെ മരം കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 2 അടുക്കള ഉണ്ട്. അപ്പം നല്ല സൗകര്യമാണ് നമുക്ക്. പിന്നെ നല്ല അത്യാവശ്യം വെളിച്ചമുള്ള അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്. മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാബേജ്, ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ കുക്കറിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ആയാലും മതി. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവാള, പിന്നെ 2 തക്കാളി, 1 ഉരുളക്കിഴങ്ങും 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഈ സവാള കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത് കോഴി മുളകിടുന്ന കറി ആയതുകൊണ്ട് മുളക് പൊടിയാണ് കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം മുളക് പൊടി കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് ചിക്കൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മുളകിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മുളക് പൊടി അധികമാണെങ്കിൽ മല്ലിപ്പൊടി അതിനേക്കാളും കുറച്ച് പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇതിൽ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാലപ്പൊടിയുടെ പച്ചമണം മാറിയ ശേഷം മാത്രമേ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു പച്ചക്കുത്തൽ ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരും വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വിസിൽ വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം ചിക്കനിലെ നല്ല പീസൊക്കെ ഞാൻ മസാല പുരട്ടിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് മസാല പുരട്ടിയത് നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പീസാണ് കറിയിലേക്ക് ഇട്ടത്. കാരണം ഇവിടെ കറീനേക്കാളും എല്ലാവർക്കും ഫ്രൈ ചെയ്താണ് ഇഷ്ടം. അതുകൊണ്ട് കറിയിൽ കുറച്ച് കഷ്ണങ്ങൾ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ മീറ്റപ്പിന് പോകാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കിൻ്റെ ബേസ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണ് ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സ്ട്രോബെറി കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. 3/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മൾ പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ പപ്പടം പൊരിച്ച ഈ എണ്ണയിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചിട്ട് ഇത് എല്ലാം മാറ്റി വെക്കുകയാണ്. നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പറ്റി വെച്ചതാണ്. നമ്മൾ സാധാ ചിക്കനിൽ മസാല പറ്റും പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും പെരിഞ്ചീരകമൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം മസാല പറ്റി വെച്ചതാണ്. ചിക്കന് നമ്മൾ പല രീതിയിൽ മസാല പറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കണം ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പേരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങ ചിരവിയതൊന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഞാൻ നേരത്തെ ഇടാത്തത് കൊണ്ട് ഈ തേങ്ങ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുത്തിട്ട് തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഉപ്പേരിക്ക്. ഇതെല്ലാം കൂടെ 1 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഈ തേങ്ങയും ഈ ഉപ്പേരിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലോണം പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തത്. ഈ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതിന് മുന്നേ ഞാൻ ഈ തേങ്ങ ചിരവൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ചിരവയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല. ഇങ്ങനത്തെ മരത്തിൻ്റെ ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കുകയും ചെയ്യാം. പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ ഡോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എവിടെ വെച്ചിട്ട് നമുക്ക് ചിരവി എടുക്കാൻ പറ്റും. ചിരവി എടുക്കുന്ന സമയത്ത് ഒരു ചാരി നിന്നാൽ മതി എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും തേങ്ങാപ്പാൽ. അപ്പോൾ തീരെ വേസ്റ്റ് ആവില്ല തേങ്ങാപ്പാൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തത് കറിക്ക് വേണ്ടിയിട്ട്. പിറ്റേന്ന് രാവിലേക്കും കൂടിയുള്ള കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതാണ്. ഇത് തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ തന്നെ നല്ല തിക്കായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുത്ത ശേഷം പിഴിഞ്ഞെടുത്താൽ മതി. ഇത് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളച്ച് മറിയേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് തിള വരുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി കറി നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇപ്പോൾ തന്നെ കഴുകി വെക്കുകയാണ്. ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആകുമ്പോൾ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് പിറ്റേന്നത്തേക്ക് കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് 2 എണ്ണം ഇതേപോലെ ഉണ്ടാക്കി എടുക്കുകയാണ്. 2 കേക്കാണ് ഉണ്ടാക്കണമെന്ന് കരുതിയത്. കുറേ ആളുണ്ടെന്ന് കരുതിയതുകൊണ്ട് ഹൈറ്റ് കുറച്ചിട്ട് 2 കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കും സ്ട്രോബെറി കേക്കും ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ബേസ്. അതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വേണം നമുക്ക് കേക്കിനേക്കുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീമൊന്നും വാങ്ങിയിട്ടില്ല. അത് ഇവിടുന്ന് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അത് കേടാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കേക്കിൻ്റെ ബേസ് സ്ട്രോബെറി കേക്കും ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.